സന്തോഷത്തോടെയാണ് നൽകുന്നത്. കാരണം നമ്മുടെ കൗൺസിലർമാരിൽ ഏറ്റവും നന്നായിട്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇപ്പോൾ ആയതിനു ശേഷവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് കരമന കരമനാജിത്തിനെ കുറിച്ച് പറയുന്നത് വലിയ സാഹസമായിരിക്കും. തീർച്ചയായിട്ടും ഭരണസമയത്തുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള അജിത്തിൻ്റെ പെർഫോമൻസിനെയാണ് ഞാൻ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭരണം കൊണ്ടുവരാൻ വേണ്ടി, ഈ ഭരണത്തിൽ BJP എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബുദ്ധി കൊണ്ടായാലും ശക്തി കൊണ്ടായാലും നാവ് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും കഠിനാധ്വാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അജിത്ത്. ഇപ്പം മേയർ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തിയുടെയോ ഒന്നും കഴിവുകളല്ല, മറിച്ച് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ മേയർക്ക് പിന്തുണയുമായി കരുത്തുറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നിൽക്കുമ്പോഴേയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സധൈര്യം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞങ്ങളൊക്കെ തമ്മിൽ ഒരു പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിലുപരി ഒരു സാഹോദര്യ ബന്ധം, വളരെ ദൃഢമായൊരു ബന്ധം, ഒരിക്കലും ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധമാണ് 51 കൗൺസിലർമാർ തമ്മിലുള്ളത്. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കരമന അജിത്ത് ഉൾപ്പെടെ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു ആശങ്കയും വേണ്ട, നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും മികച്ച കോർപ്പറേഷൻ, ഇന്ത്യയിൽ ഏറ്റവും മികച്ച കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ 5 വർഷം പൂർത്തിയാക്കുന്ന കോർപ്പറേഷൻ നമ്മുടേതായിരിക്കും. അതിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്ന അജിത്തിനെയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം പറയാം. നമ്മളുടെയൊക്കെ ലക്ഷ്യങ്ങളിലൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് നട്ട് കൊണ്ടുവരണം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അങ്ങനെയല്ല, പുറത്തുനിന്ന് ഞാറ് കൊണ്ടുവന്നിട്ടാണ് അവിടെ ചെയ്യുന്നത്. കാരണം പുത്തരിക്കണ്ടത്ത് കൃഷി ചെയ്യുന്നില്ല. അജിത്ത് ഏൽപ്പിച്ചു, അത് ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് പുത്തരിക്കണ്ടം കൃഷിയിടമാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം എന്നെ തലേദിവസമാണ് എൻ്റെ പറയുന്നത്, തലയ്ക്ക് തലേദിവസമാണ് പറയുന്നത്, കഴിഞ്ഞ അടുത്ത ദിവസം 4:30-ക്കാണെന്ന്. ഞാനവിടെ 4:30-ക്ക് ചെന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ നന്നായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു. കൃഷി ഞങ്ങളൊക്കെ കൂടെ ചേർന്ന് ഞാറ് നട്ടു, ബീനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം നിറവേറ്റുന്ന അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബീനയാണ്, നെടുങ്കാട് വാർഡിലും ബീനയാണ് ജയിച്ചത്. അജിത്ത് ആയിരുന്നു മുമ്പ് കൗൺസിലർ. വളരെ നന്നായിട്ട് ബീനയും ഒക്കെ തന്നെ കൗൺസിലിനുള്ളിലും പുറത്തും വാർഡിലും ഏറ്റവും നല്ല ജനപ്രതിനിധി നേടുന്ന ഒരു വനിതാ കൗൺസിലർ. ഇനിയൊക്കെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂന്തറയിലും ഭീമാപ്പള്ളിയിലും ഉൾപ്പെടെ ഉള്ള വാർഡിൽ മത്സരിക്കാൻ തടക്കിന്, അല്ലെങ്കിൽ തൊട്ടടുത്ത നമുക്ക് ഒരു വിധം ജയിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത ഏത് വാർഡുകളിൽ മത്സരിച്ചാലും ജയിക്കുന്ന തരത്തിലേക്കുള്ള ജനപ്രീതി ബീനയും ആർജിച്ചിട്ടുണ്ട്. നെടുങ്കാട് വാർഡ് കരമന അജിത്തിന് ശേഷം നിലനിർത്തുവാൻ വേണ്ടി ഇപ്പോൾ മണക്കാടുള്ളവരൊക്കെ തന്നെ നിരവധി ദിവസം ബീന മണക്കാട് മത്സരിക്കണം, അമ്പലത്തറ മത്സരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി, ഇപ്പോൾ ബീന ഇപ്പോഴായിരിക്കും അറിയുന്നത്, വളരെ ശക്തമായിട്ട് നെടുങ്കാട് വാർഡ്, കാരണം ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാർഡ് നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു നീക്കം നടത്തിയപ്പോൾ അത് പിടിച്ചെടുത്തണമെങ്കിൽ അത്തരത്തിലൊരു ഫൈറ്റർ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ബീനയെ വാർഡിലേക്ക് നിയോഗിച്ചു. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ തന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ അങ്കലാപ്പൊക്കെ ഉണ്ടായില്ലെങ്കിലും നമ്മുടെയൊക്കെ തന്നെ പ്രതീക്ഷയ്ക്ക് ഉയർന്നുകൊണ്ട് ആ വാർഡ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ കരമന അജിത്തും ബീനയും ഒക്കെ ചേർന്നിട്ട് ഈ പ്രദേശം മുഴുവനും തന്നെ ഒരു ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരാഴ്ച ഡൽഹിയിലുണ്ടായിരുന്ന യാത്രയൊക്കെ അജി പറഞ്ഞതാണ്, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കരമന അജിത്തിനോട് കാണിക്കുന്ന സ്നേഹം ഈ ഭരണസമിതിയോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നന്ദി. ഈ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി.